ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യോഹന്നാന്റെ 3-ാം ലേഖനത്തിന്റെ ഒരധ്യായമുള്ള 2-ാം വാക്യം വായിക്കാമോ? മൂന്നാം ലേഖനം 3-ാം ലേഖനത്തിന്റെ 2-ാം വാക്യം. 2-ാമത്തെ വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മൾ നേരത്തെ ധ്യാനിച്ചിട്ടുള്ള വാക്യമാണിത്. എടുത്തിട്ട് കാരണം പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾ ആത്മീയരായതുകൊണ്ട് നമ്മുടെ ആത്മാവ് ശുഭമായിരുന്നാൽ മാത്രമേ നമ്മൾ സകലത്തിലും ശുഭമായും സുഖമായിരിക്കത്തുള്ളൂ. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ആത്മാവിൽ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്നലെ ദൈവദാസന്റെ വചനം ഫുള്ളത് കേട്ടത്. പക്ഷെ ഞാൻ വചനം കേട്ടപ്പോ എനിക്ക് വലിയ റെവലേഷൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് വെച്ചാൽ ദൈവം നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയങ്ങൾ ദൈവം നമ്മളോട് ബൈ വേർഡാണ് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് വചനമാണ് നമ്മളോട് ദൈവം എപ്പോഴും സംസാരിക്കും. ഈ വചനം നമ്മൾ കേൾക്കണമെങ്കിൽ അത് നമ്മുടെ ബൈ ഫ്ലഷ് നമുക്ക് കേട്ടാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കുള്ള വേർഡായി മാറത്തില്ല. നമ്മുടെ ഈ ബൈബിൾ ഉണ്ട്. നമ്മളെല്ലാവരും പെട്ടെന്ന് ചെയ്യുന്ന കുറുക്ക് വഴി വെച്ചാൽ ബൈബിൾ എടുക്കും, പ്രാർത്ഥിക്കും, ദൈവം ഒരു വേർഡ് തന്നെ പെട്ടെന്ന് തുറന്നിട്ടൊരു വേർഡ് എടുത്ത് വായിക്കും. ഇത് കുറുക്ക് വഴിയാണ്, ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് തരുമ്പോൾ ദൈവം ആത്മാവാണ്, ബൈ സ്പിരിറ്റ് ആയതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ബൈ സ്പിരിറ്റ് തന്നെ ദൈവത്തിൽ നിന്ന് കേൾക്കണം. കാരണം വെച്ചാൽ ദൈവം നമ്മളോട് ആത്മാവിൽ തന്നെ നമ്മളോട് വചനം നമ്മളോട് സംസാരിക്കും. നമുക്ക് വേണ്ടുന്ന വചനം അങ്ങനെ ബൈ വേർഡ് നമുക്ക് നൽകിത്തരും. കാരണം നമ്മൾ ആത്മീയരായിരിക്കുമ്പോൾ മാത്രമേ ആത്മാവാൻ ദൈവം നമ്മളോട്, ജഡത്തിലല്ല ദൈവം നമ്മളോട് ഇടപെടുന്നത്. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ ചെവി ആത്മമനുഷ്യൻ നമ്മുടെ ചെവി ഓപ്പൺ ആണെങ്കിൽ മാത്രമേ കേൾക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് അത് വിടുതലായി മാറ്റും. അപ്പോൾ ഞാൻ ഓർത്ത് പണ്ട് ഞാൻ നേരത്തെ ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടി ഒരു ആഫ്രിക്കൻ ഒരു ബിസിനസ്സുകാരനായിട്ട് സംസാരിച്ച പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി ഒരു മീറ്റിങ്ങിന്റെ ഇടയിൽ ഒരിക്കലും പുള്ളി ഫോൺ എടുക്കത്തില്ല. കാരണം ഫോൺ നോക്കത്തില്ല, മെസ്സേജ് നോക്കത്തില്ല. കാരണം പുള്ളി പറഞ്ഞത് 3 മണിക്കൂർ മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനിടയിൽ ഒരൊറ്റ മിനിറ്റ് ആയിരിക്കും എനിക്ക് വേണ്ടുന്ന വേർഡ് വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ കാരണം വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ ഒരു ദിവസം പറയുന്ന വചനം മുഴുവൻ എനിക്കുള്ളതല്ല. അതിനകത്ത് ചിലപ്പോൾ ഒരൊറ്റ വാക്കായിരിക്കും, അത് ചിലപ്പോൾ ഒരൊറ്റ മിനിറ്റ് ആയിരിക്കും ദേവദാസൻ പറയാം. ഈ വാക്യമാണ് എനിക്കുള്ള വേർഡ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദൈവം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ആ സമയങ്ങളൊന്നും അദ്ദേഹം രാവിലെ തുടങ്ങി വൈകിട്ട് കോൺഫറൻസ് 3 ദിവസം കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന ഇടയ്ക്കാണ് ഞാൻ ഒരു ദിവസം മെസ്സേജ് അയച്ചപ്പോഴത്തേന് മൊബൈൽ സൈലന്റിലാണ്. പക്ഷെ അന്നേരം പരിശുദ്ധാത്മാവ് പുള്ളിയോട് മെസ്സേജ് നോക്കാൻ പറഞ്ഞപ്പോൾ എടുത്ത് നോക്കിയിരുന്നു. അപ്പൊ അങ്ങനെ മാത്രമാണ് മെസ്സേജ് എടുത്തത്, അല്ലാതെ പുള്ളി ഫോൺ എടുക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇതാ പറയാ, ആ സമയത്ത് എന്റെ വേർഡ് വരുന്ന സമയത്ത് ഹല്ലേലൂയ ഞാൻ അത് റിസീവ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് നഷ്ടമായി. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ദൈവം അയക്കുന്ന വചനം, പ്രസംഗിക്കുന്ന വചനം മുഴുവൻ എനിക്കുള്ളതല്ല. അതെല്ലാം എനിക്ക് വേണ്ടുന്ന വേർഡ് അതിനകത്ത് ഉണ്ടാവും. പക്ഷെ അത് ഞാൻ നോക്കിയിരുന്ന് ശ്രദ്ധിച്ചിരുന്ന് ആത്മാവിൽ അത് റിസീവ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതാണ് എനിക്കുള്ള വേർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അത് ചിന്തിച്ചു, ദൈവമേ അവരുടെയൊക്കെ ഒരു ഡെഡിക്കേഷൻ എത്ര. നമ്മളൊക്കെ ചർച്ചിലൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ മെസ്സേജൊക്കെ കേൾക്കുന്ന സമയത്ത് ഹല്ലേലൂയ അത്രത്തോളം ഇതായിട്ട് ഇരിക്കുകയല്ല. അപ്പൊ അന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓർമ്മ. ഇന്നലെ ഈ ദൈവത്തിന്റെ അഭിഷേകത്തിന് സംസാരിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞു, നമുക്കുള്ള വേർഡ് നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പം ദൈവം നമ്മളോട് സംസാരിക്കും, നമ്മളത് കേൾക്കണം. ഹല്ലേലൂയ. യോഹന്നാനെ നമ്മൾ പത്മോസിൽ പോയ യോഹന്നാൻ ആത്മവിവശതയിലായപ്പോഴാണ് പിറകിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ സമയത്ത് ആത്മാവിൽ കണക്ട്, നമ്മുടെ ബൈ സ്പിരിറ്റ് തലത്തിലാണ് എപ്പോഴും ദൈവം നമ്മളുമായിട്ട് കണക്ട്. ദൈവം നമ്മളോട് ബൈ വേർഡ് നമ്മളോട് സംസാരിക്കും. അത് നമ്മൾ റിസീവ് ചെയ്യണം. അവിടെയാണ് നമുക്കുള്ള റേമ ഹല്ലേലൂയ, ആ വേർഡിന്റെ ജീവൻ ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്ന ഹല്ലേലൂയ. അപ്പൊ ദൈവം അപ്പൊ ഈ വചനത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്ന മുഴുവൻ നമുക്ക് വായിക്കാനും പഠിക്കാനും ഉള്ളതാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഓരോ സമയത്തും നമുക്ക് വേണ്ടുന്ന വചനം അത് ദൈവം തന്നെ നമുക്ക് നൽകി തന്നെ. നമ്മൾ തുറന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കുറുക്ക് വഴിയായിട്ട് ബൈബിൾ തുറന്നെടുക്കരുത്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കും വരെ നമ്മൾ പ്രാർത്ഥിക്കണം. അതേ ഒരു അനുഭവം പറഞ്ഞ് ഞാൻ ഒരിക്കലാണെങ്കിൽ ആദ്യമായിട്ട് വിശ്വാസി വന്നപ്പോഴത്തേന് ഹല്ലേലൂയ. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ല, എനിക്ക് നീ അപ്പൊ എല്ലാരും പറയുന്നത് ദൈവം സ്നേഹമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ വെച്ച് ഞാൻ പോയിന്ന് ടെറസിന്റെ മുകളിൽ പോയിന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഒരു ശബ്ദവും കേട്ടില്ല. തീർച്ചയായും അപ്പുറത്തും നടന്ന് പ്രാർത്ഥിച്ചു, ഒന്നും കേട്ടില്ല. അവസാനം ഞാൻ ബെഡ്റൂമിൽ വന്നപ്പോഴത്തേന് ദൈവം എന്നോട് സംസാരിക്കും. രമ്യാ പ്രവാചകൻ 33:3 അങ്ങനെ
എന്താ പറയാ ആ വാക്യം വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനെടുത്ത് ആ ശബ്ദം കേട്ട് ഞാൻ വാക്യം എടുത്ത് വായിച്ചും ഞാൻ നിന്നത്തെ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്ന വചനമാണ് ഹാലിലെ വന്നത്. അപ്പൊ അതാണ് ദൈവം സംസാരം. ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ചോദിക്കുമ്പോഴും ചിലപ്പോൾ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. കുറുക്ക് വഴിയായിട്ട് ഓടി പോയിട്ട് ബൈബിൾ എടുത്ത് വായിച്ച് നോക്കരുതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം അവിടെ നമ്മുടെ ഡ്യൂട്രോണമി 28-ന്റെ 1-2 ഒന്ന് വായിക്കാവോ? ആവർത്തന പുസ്തകം 28-ാമത്തെ 1-2. ഹല്ലേലൂയ. അപ്പൊ ഇതിങ്ങനെ ഞാൻ കേട്ട് ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം എന്നോട് അതുപോലെ ദൈവം സംസാരിച്ചൊരു ഒരു കാര്യമുണ്ട്. പക്ഷെ ഇതോടെ കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോകാം. ഹല്ലേലൂയ. അത് ശരിക്കും പറഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് ആ വേർഡ്, ആ ദൈവം സംസാരിച്ച ശബ്ദം, എന്താ പറയാ വചനം ഇടപെട്ടപ്പോഴത്തേന് ഞാൻ ഒത്തിരി സർപ്രൈസ്ഡ് ആയി. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല. ഹല്ലേലൂയ. അത് ഇന്നലെ തന്നെ എനിക്ക് അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ആവർത്തനം 28-ന്റെ 1-2. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. മതി സിസ്റ്റർ, മതി. ഹല്ലേലൂയ. ഇവിടെ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലെ സകല ജാതിക്കും ഇത് ഉന്നതമാക്കും. ഹല്ലേ. ഇവിടെ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വാക്ക്, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. വിജിലന്റ്ലി സ്പീക്കിംഗ്. അപ്പൊ നമ്മൾ അത് അന്വേഷിക്കുക. നമ്മൾ മറ്റൊരു പറയുന്നുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർ എന്താ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ഇവിടെ പറഞ്ഞ ദൈവത്തിന്റെ വാക്ക്. അപ്പൊ ദൈവത്തിന്റെ വാക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ എന്താ പറയാ ജാഗരിച്ചുകൊണ്ടേ ഇരിക്കണം. കേൾക്കാനായിട്ട്. നമ്മൾ ഭൂമിയുടെ പാഴിശൂന്യമായ ഭൂമിയുടെ മീതെ പരിശുദ്ധാത്മാ ഇങ്ങനെ എന്താ പറയാ പരിവർത്തിച്ചു. അപ്പൊ സാധാരണ അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സിനും അതിന്റെ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പരിശുദ്ധം എന്താ ഒരു നമ്മളൊരു കോഴി ഇതിന് അടവെക്കുമ്പോ കോഴി ഇങ്ങനെ ഇങ്ങനെ ആ റൂവറിങ് എന്നുള്ള വേർഡ് പലയിടത്തും ഉപയോഗിച്ചു. അപ്പൊ അതിങ്ങനെ ഇരിക്കുന്ന പോലെ അതുപോലെ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വാക്കിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണമെങ്കിൽ നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജാഗരിച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവത്തിന്റെ ഇടത്തിലേക്ക് ഇങ്ങനെ ആ ദൈവമായിട്ട് ഇങ്ങനെ എപ്പോഴും കണക്ട് ആയിട്ട് ഒരു കോഴിയൊക്കെ അടയിരിക്കുമ്പോ ഇങ്ങനെ മുട്ടയ്ക്ക് മേലെ അടയിരിക്കുന്ന പോലെ ആ ചൂട് എപ്പോഴും കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ നമ്മൾ ദൈവ ശബ്ദത്തിനായിട്ട് ഇങ്ങനെ ശ്രദ്ധയോടെ കേൾക്കണം. ശ്രദ്ധയോടെ ഇരിക്കണം. കാരണം എപ്പോഴും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളെ ഡയറക്റ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് വേണ്ടുന്ന വേർഡ് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളോട് ശ്രദ്ധയോടെ ചോദിക്കണം. ഹല്ലേലൂയ. പത്രോസ് യേശുക്കത്ത കടലിന്റെ മീതെ പ്രതികൂലത്തിന് കടലിന്റെ മീതെ നടന്നു വരുന്ന കണ്ടപ്പോ പത്രോസ് ഒന്ന് കർത്താവെ നീയാകുന്ന എനിക്കും അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ദൈവം അപ്പൊ കർത്താവ് പറയും ഓക്കെ വരാൻ പറയും. ആ വരാൻ പറയും. അടുക്കലേക്ക് വരാൻ പറയുന്ന ആ വാ എന്ന് പറയുന്ന അല്ലെ വരിക എന്ന് പറയുന്ന ശബ്ദമാണ് പത്രോസിന് വേണ്ടി വെളിപ്പെട്ട ദൈവശബ്ദം. ആ ദൈവശബ്ദത്തിലാണ് അവിടെ പത്രോസ് ആ ദൈവശബ്ദത്തിന്റെ മേൽ വെള്ളം നിശ്ചലമായി പത്രോസിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ ഈ ഇടയ്ക്ക് ഇന്തോനേഷ്യയില് വലിയ ഉണർവ് നടന്ന സമയത്ത് അവിടെ അവിടെ നിന്ന് ചെന്നപ്പോണ്ട് അവിടെ കുറച്ച് ചെറുപ്പക്കാരാണ് ഉണർവ്. അവർക്ക് ഉണർവ് എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ ദൈവം പറഞ്ഞവരോട് അവരെ ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് പോയ സമയം അവർ നദി ക്രോസ് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ആ നദിയിൽ പാലമില്ലായിരുന്നു. അവിടെ എത്തിയപ്പോ ദൈവം പറഞ്ഞു ഇവരോട് ഗോ എന്ന് പറഞ്ഞു. അവർ ആ നദിയുടെ മീതെ നടന്നാണ് അപ്പുറത്തേക്ക് പോയത്. അവർ നദിയിൽ തിരിച്ചു നടന്ന് ഇപ്പുറത്ത് വരുന്നു. ഇതുവരെ അവർക്ക് ദൈവ ശബ്ദം കേട്ടിട്ട് അവർ ചെയ്തു എന്ന് പറഞ്ഞ് നാളെ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് നടക്കത്തില്ല. കാരണം ആ വേർഡ് വെളിപ്പെട്ട അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇത് നമ്മുടെയൊക്കെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ആരോടെങ്കിലും ദൈവം പറഞ്ഞ ശബ്ദം കേട്ടിട്ട് ആർക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുന്ന ശബ്ദത്തിന്റെ പിന്നാലെ നമ്മൾ പോകുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ പോയത് കൊണ്ട് ദൈവശബ്ദം നമുക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് വേണ്ടി ജീവനായിട്ടാണ് വെളിപ്പെടത്തില്ല. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിൽ തന്നെ നമ്മൾക്ക് ഉള്ള ജീവൻ അവിടെയാണല്ലോ. നമുക്ക് വേണ്ട പ്രവൃത്തി അവിടെയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മളതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധയോട് കേൾക്കണം. എന്നിട്ട് നമ്മൾ അത് യഹോവ നമ്മളോട്
ആജ്ഞാപിക്കുന്നത് അവന്റെ സകല കൽപ്പനകളും നമ്മൾ പ്രമാണിച്ച് നടന്നാൽ യഹോവയാ ദൈവം നിന്നെ ഭൂമിയിലെ സർവ്വജാതിക്ക് മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ വാക്ക് കേട്ട് അനുസരിച്ചാൽ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ, നമുക്ക് വേണ്ടി യഹോവ ദൈവം നമ്മളോട് പറയുന്ന വാക്ക്, നമുക്ക് വേണ്ടി പറയുന്ന അത് കേട്ട് നമ്മൾ അനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഈ അനുഗ്രഹം എല്ലാം നിനക്ക് അപ്പൊ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് സിദ്ധിക്കാം. അതോടെ അത് ഈ വചനം എഴുതി വെച്ചിരിക്കുന്നത് പ്രമാണിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വ്യക്തിപരമായ ദൈവത്തിൽ നിന്ന് കേട്ട് നമ്മൾ അനുസരിച്ച്. അബ്രഹാമിനെ നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം പറയുന്നത് നീ നിന്റെ പിതാക്കന്മാരെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിപ്പാനൊക്കെ ദേശത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഹാലേലിയ. അബ്രഹാം ഇറങ്ങിയപ്പോ അബ്രഹാം പിതാക്കന്മാരെ വിടണമെന്ന് പറഞ്ഞു അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ശബ്ദത്തിൽ അത് കൃത്യമായി നിന്റെ പിതാക്കന്മാരെ വിടണം എന്ന് പറഞ്ഞ അബ്രഹാമിനെ ജാതികളുടെ പിതാവായ ദൈവം മാറ്റി. ആ വാക്ക് കേട്ട് അനുസരിച്ചപ്പോൾ ഇന്ന് നമ്മൾ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയത്തക്ക രീതിയിലേക്ക് ദൈവം അതിനെ കൊണ്ടുവന്നു. ഞാൻ ഇന്നലെ വിട്ടുന്ന പ്രാർത്ഥിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു ദൈവം തന്നൊരു വചനം തന്നെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു. എന്താണ്? വിശക്കുന്നതിന് ഭക്ഷിക്കാൻ കൊടുക്കണം, ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുക്കണം, നഗ്നനെ കണ്ട ഉടുപ്പിക്കണം, രോഗിയെ സന്ദർശിക്കണം, തടവിലായിരിക്കുന്നവരെ സന്ദർശിക്കണം. ഇത്രയും കാര്യം ദൈവം അന്ന് പറഞ്ഞു. 25-40 എന്റെ കൺക്ലൂഷൻ ആയിരുന്നു. ഹല്ലേലൂയ. അവിടെ വിശന്നിട്ട് ഭക്ഷിക്കാൻ ദാഹിച്ച് കുടിപ്പാൻ ഞങ്ങൾ ഇപ്പോൾ നിന്നെ അധ്യായ കണ്ട് ചേർത്തുകളെ നഗ്നായ കൊണ്ടുപ്പിക്കുകയോ ചെയ്തിരുന്നത് രോഗിയെ തടവിൽ എപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് അത്രയും ആ രാജാവ് എന്നെ ചേർത്തു. ഇവിടെ കർത്താവ് പറയുന്നത് എനിക്ക് വിഷം നിങ്ങൾ ഭക്ഷിപ്പാൻ തന്ന് ദാഹിച്ച് നിങ്ങൾ കുടിപ്പാൻ തന്ന് ഞാൻ അതിഥിയായി നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ട് നഗ്നനായ നിങ്ങൾ എന്നെ ഉടുപ്പിച്ച് രോഗിയെ നിങ്ങൾ എന്നെ കാണാൻ വന്ന് തടവിലായ നിങ്ങൾ എന്റെ അടുക്കൽ വന്ന്. ഇത്രയും കാര്യങ്ങളാ ദൈവം പറയും. ഇത് നമ്മൾ ഹല്ലേലൂയ ഈ രാജ്യത്തിലായിരിക്കും ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് ഞാൻ പറയും. ഇത് ദൈവശബ്ദം കൃത്യമായെന്ന് ഞാൻ കേട്ടു. ഞാൻ അതുപോലെ പോയിട്ട് ഹല്ലേലൂയ ഇതുപോലെ നമ്മൾ ഫുഡൊക്കെ ആയിട്ട് പോകാറുണ്ട്. ഇതെല്ലാം ചെയ്യണം. ഇന്നലെ ദൈവത്തിന്റെ ആത്മാ ഇത് വീണ്ടും എന്നോട് സംസാരിക്കണം. എന്താ ദൈവം സംസാരിച്ചെന്ന് എന്നോട് പറഞ്ഞു, ഇത്രയും നാള് നീ ഇത് ചെയ്തത് ഞാൻ ഈ വചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ആ വചന അക്ഷരത്തിൽ എന്താണോ അതേ പ്രവൃത്തി ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിച്ചു. ഈ അക്ഷരത്തിൽ എഴുതിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കേട്ട ശബ്ദം ഇന്ന് സ്റ്റാറ്റസ് ചേഞ്ച് ആകുകയാണ്. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വേർഡ് പറഞ്ഞപ്പോൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാണ്. ഇത്രയും നാളെ നീ അക്ഷരത്തിൽ എഴുതിയിരുന്നപ്പോ ഇതെന്താണോ ചെയ്ത് ആ സ്റ്റാറ്റസിൽ നിന്ന് മാറി ഇനി ആത്മാവിൽ ഇതിന് ചെയ്യണം. ഹല്ലേലൂയ. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം. ആത്മാവിൽ എന്ത് നീ വിശക്കുന്നതിന് ഭക്ഷിക്കാൻ കൊടുക്കണം. ആർക്ക് വിശപ്പ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിനായി വിശന്നിരിക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ ഭക്ഷിക്കാൻ കൊടുക്കണം. ദൈവത്തിന്റെ വചനം ഭക്ഷിക്കാൻ കൊടുക്കണം. ഹല്ലേലൂയ. അവരുടെ അടുത്ത് പറയുന്ന വചനം പറഞ്ഞ അവർക്ക് അപ്പത്തിനായിട്ട് വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനത്തിനായിട്ട് തന്നെ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വിശക്കുന്നവർക്ക് ഭക്ഷിക്കുക. ഇനി ഇത് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന പ്രവൃത്തിയിലേക്കല്ല, ഇതിന്റെ ആത്മാവിന്റെ ഇതിന് മറ്റൊരു തലമായ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ ഇത്രയും നാള് ജഡത്തിലായിരുന്ന മനുഷ്യരായിരുന്ന രീതിയിൽ ചെയ്തതിന്റെ സ്റ്റാറ്റസ് ഒന്ന് ചേഞ്ച് ആകുന്ന സമയത്ത് ഒരു തലം മുകളിലേക്ക് തിരമ്പി ഇതിന്റെ ആത്മീയമായ ഹല്ലേലൂയ പ്രവൃത്തിയിലേക്കാണ്. അപ്പൊ അപ്പൊ ഞാൻ കർത്താവ് എന്താ വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുക്കുന്ന ദൈവത്തിന്റെ വചനം വേണ്ടുന്ന ദാഹത്തോടെ ഇരിക്കുന്നവരുണ്ട്. പട്ടിണി ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത അവരുടെ ഇടയിലേക്ക് പോയിട്ട് വചനം അടുത്ത ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന നദി. ഹല്ലേലൂയ. അത് ദാഹത്തോടെ ഇരിക്കുന്നവർക്ക് ആത്മാവിനെ പകർന്നു കൊടുക്കാനായിട്ട് അടുത്ത കർത്താവ് പറഞ്ഞത് ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് എന്താ പറയാ രോഗിയായിരിക്കുന്നവരെ ഭക്ഷിക്കുന്നത് നിങ്ങൾ എനിക്ക് വിശന്ന് ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ച് നിങ്ങൾ കുടിക്കുക, ഞാൻ അതിന്റെ നിങ്ങളെന്നെ ചേർത്തുകൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ദൈവത്തിന്റെ മനുഷ്യരെ ഇവിടെ അടുത്ത എന്നോട് പറഞ്ഞ രോഗിയായിരുന്നു. രോഗിയായിരിക്കുന്നവരെ രോഗത്തിരിക്കുന്നവരെ നമ്മുടെ മേൽ ദൈവം അതോറിറ്റി തന്നിട്ട് ആ രോഗികളെ സൗഖ്യമാക്കണം. അടുത്ത തട്ടവിലായിരിക്കുന്നവരെ തട്ടവിൽ കിടക്കുക വെച്ചാൽ പൈശാചിക ശക്തികൾ തടവിലാക്കി ബന്ധിച്ചിരിക്കുന്ന ജീവിതങ്ങളാ നിനക്ക് ചുറ്റുപാടും കിടക്കുന്ന അവരെ നീ വിടിവിച്ചെടുക്കാനുള്ള പവർ ഞാൻ തന്നിട്ട് അത് ചെയ്യണം. അടുത്ത രോഗിയായിരിക്കുന്നവരെ സന്ദർശിക്കണം. രോഗത്തിൽ പല രോഗത്തിലും ശാപത്തിലും പലതിലും ആയിരിക്കും, ബന്ധനത്തിലായിരിക്കുന്നവര് അവരെ നമ്മൾ സന്ദർശിച്ചാൽ, നമ്മൾ സംസാരിച്ചാൽ, നമ്മൾ പറഞ്ഞു ഇതിനെല്ലാം ആത്മാവിൽ നമുക്ക് സൗഖ്യമാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഈ വചനത്തിന്റെ മറ്റൊരു ലെവലാണ് അത്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ ദൈവം പറഞ്ഞത് ഈ അക്ഷരത്തിൽ എന്താണോ എഴുതിയിരുന്നത് അത് ചെയ്യാൻ നമ്മൾ ഏൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. ഇന്ന് തുടങ്ങിയിട്ട് ഈ അക്ഷരത്തിലല്ല ഇതിന്റെ ആത്മാവിലേക്ക് ഒരു പടി മുകളിലേക്ക് ഒരു സ്റ്റാറ്റസ്
സ്റ്റാറ്റസ്, ആ വേർഡ് എന്നോട് പറയാം, സ്റ്റാറ്റസ് ചേഞ്ച് ആകണം. സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്നു, ഇങ്ങനെ തന്നെ കേട്ടോ, സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ വാക്യം ഇങ്ങനെ ഞാനിങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നിരിക്കുന്ന ഷിംനെ അനിൽബദർ ഒക്കെ ഉണ്ട് ഇവിടെ. അനിൽബദർ ഇങ്ങനെ എനിക്ക് പറഞ്ഞു, ദൈവം പറഞ്ഞിട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, വചനമൊക്കെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ട്, അപ്പൊ എന്നോട് ദൈവം അധികം ശ്രദ്ധിക്കേ വേണ്ട, ഈ വചനം ഇപ്പൊ ഡിക്ലെയർ ഞാൻ അക്ഷരത്തിലുള്ളതാണ്, ഇത് നീ ഇങ്ങനെ കേട്ട് വല്ലോരും പറഞ്ഞ് കേട്ട് അത് പ്രാർത്ഥിക്കുന്ന കേട്ട് ഒരു പ്രയോജനം. അപ്പൊ എല്ലാവരും അതൊക്കെ വായിച്ചു ഞാൻ പറഞ്ഞു, ബ്രദറെ ദൈവത്തിനെ നമ്മൾ കൃത്യമായി സംസാരിച്ചു, ഇത് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല. ഇത് ദൈവം എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ്. ഇത് അപ്പൊ നമ്മളോട് ഇന്ന് തുടങ്ങി ഇത് ബൈ സ്പിരിറ്റ് നമുക്ക് തരുന്ന വചനം തന്നെ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഉരുവിട്ട് അതിനകത്താണ് നമുക്കുള്ള ജീവനിരിക്കുക. ഇത് പറഞ്ഞു പ്രാർത്ഥിച്ച് ഇങ്ങനെ സ്റ്റാറ്റസ് ഈ വേർഡ് എന്റെ മനസ്സിലായിട്ട് ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കാനായിട്ട് നമ്മള്. അപ്പൊ വൈകുന്നേരം ഇപ്പം ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനിവിടെ സത്യം പറയാതെ പറഞ്ഞപ്പോൾ ചിരിച്ചു പോയി. കാരണം വെച്ചാൽ നമ്മുടെ അന്ന് നമുക്കറിയാം ഒക്ടോബറിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ ബിസിനസ്സിന് വേണ്ടി കുറച്ച് ഫണ്ട് ഒരാൾ തന്നെ നമ്മൾ ഒരു 6 മാസത്തെ അവധി പറഞ്ഞ വാങ്ങിയിരുന്നു. അപ്പൊ 6 മാസം കഴിഞ്ഞു ഇപ്പൊ ഹാലലി. അപ്പൊ അത് കൊടുക്കണ്ട. അപ്പം 2 ദിവസമായിട്ട് അത് വാങ്ങി തന്ന ആളെടുത്ത് അപ്പൊ ചേച്ചി പുള്ളി ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും, ചേച്ചി ഒന്ന് സംസാരിക്കാം. ഞാൻ പറയില്ല, ഞാൻ തിങ്കളാഴ്ച എന്റെ പുള്ളി വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ എന്നെ വിളിച്ചപ്പോ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പറയും ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ കാര്യം സംസാരം പുള്ളി പറഞ്ഞു എന്തുകൊണ്ട് ചേച്ചി വിശേഷം ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബിസിനസിന്റെ കാര്യമാണ്, കുറച്ച് അതൊക്കെ പക്ഷെ ഫണ്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഇതിലൊക്കെ നിൽക്കുക. പുള്ളി എന്നോട് കാശ് ചോദിക്കാൻ വിളിച്ച് വിഷമില്ല. ചേച്ചി ഒരു കാര്യം നമുക്കൊന്ന് ഇരിക്കാം, ഞാൻ നാട്ടിൽ പോയിട്ട് 23-ാം തിരിച്ചിരുമ്പോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫണ്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ബിസിനസ് നമുക്ക് അല്ലെ അത് എന്താ വേണ്ടത് നമുക്ക് ചെയ്യാട്ട് നമുക്ക് ഒന്നിച്ചൊന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനകത്തേക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ എന്നോട് ദൈവത്തിന്റെ അന്ന് വീണ്ടും ഇടപെട്ട് അപ്പൊ പറയാം സ്റ്റാറ്റസ് ചേഞ്ച് അതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നിന്നോട് ചോദിക്കാൻ വിളിക്കുന്നത് ഇങ്ങോട്ട് തിരിച്ചെന്താ പറയുക തരാമെന്ന് പറഞ്ഞിട്ട് വെച്ചത്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല ഈ സംഭവം. പക്ഷെ ഈ സ്റ്റാറ്റസ് ചേഞ്ച് നമ്മൾ പ്രത്യേകത പറയാം. അല്ലെ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ ജഡീകരണം നടത്തുന്നത് നമ്മൾ ഒരു ലെവൽ ആത്മീയതയിലേക്ക് നമ്മൾ മുകളിലേക്ക് ചെല്ലാതെ നമ്മൾ നിന്ന ആത്മീയത ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് വരുമ്പോൾ അല്ലെ നമ്മളോട് എന്താണോ ഹല്ലേലൂയ ആരെങ്കിലും പ്രതികൂലമായി നിൽക്കുന്നവരൊക്കെ ദൈവത്തിന് അനുകൂലമാക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മളോട് എതിർത്ത് നിൽക്കുന്നവരൊക്കെ നമ്മളോട് മുമ്പിലേക്ക് വരുമ്പോഴത്തേന് അവർക്ക് നമ്മളോട് എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല, അത് കീഴടങ്ങും. ഹല്ലേലൂയ. ഇവിടെയാണ് സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്നതിന്റെ പ്രത്യേകത എന്ന് പരിശുദ്ധൻ ഇടപെട്ട്. അപ്പൊ എനിക്ക് ഇന്നലെ രാത്രി ഇത് ഉച്ചയ്ക്ക് എന്റെ ഉള്ളിലേക്ക് വന്നപ്പോ തുടങ്ങിയിട്ടെ ഇന്നലെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ ഞാൻ പറയും. ഇന്നലെ ആണെങ്കിൽ നമുക്കിവിടെ ഞാൻ പറയാം ഒരു സഹോദരൻ നമുക്ക് അവിടുന്ന് കുറെ പോയിട്ട് ഫിഷ് ഉമ്മൽക്കോരുന്നവരെ ഞാൻ പറഞ്ഞ ഇന്നലെ രാത്രി വളരെ പണ്ടൊക്കെ നമ്മള് മാർക്കറ്റിൽ പോയിട്ട് അല്ലെ ഒരുമിച്ച് ഒത്തിരി ഫിഷൊക്കെ വാങ്ങിയിട്ട് പാത്രത്തിലൊക്കെ ആക്കി നിറച്ച് ഫ്രീസർ നിറച്ചൊക്കെ ഇന്നലത്തെ ദിവസം അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ഫ്രീസറൊക്കെ നിറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും പറയും ഇന്നലെ ആ വേർഡ് സംസാരിച്ചിട്ട് അധികം സമയമാകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഈ ഭൗതിക മണ്ഡലത്തിൽ മാത്രമല്ല നമ്മുടെ ആത്മമണ്ഡലത്തിൽ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് നമ്മുടെ ചിന്താ മണ്ഡലത്തെ ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് കരിച്ച് നമ്മളതുകൊണ്ട് ദൈവത്തിന്റെ വാക്യം ഇന്നലെ ഞാൻ ആ കേട്ട വചനം എനിക്ക് ഭയങ്കര അതിനെക്കാട്ട് പിന്നെ ഒരു കാര്യം. അപ്പൊ ഞാൻ ഇന്നലെ ആ വചനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ വാക്യം ഇന്നലെ ആദ്യത്തെ രാവിലെ ഇങ്ങനെ എഴുതിട്ട് ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവമേ ഈ ദൈവദാസന്റെ മിനിസ്ട്രി ഒന്നും എനിക്ക് നേരിട്ട് അറ്റൻഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ നമുക്കവിടെ പോയി അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ആയപ്പോ സാമച്ചൻ പാസ്റ്റർ പോസ്റ്റ് ഇട്ട് ജൂൺ 1-ാം തീയതി സാമച്ചൻ പാസ്റ്റർ ചർച്ചിൽ അദ്ദേഹം ശുശ്രൂഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അത് ഇപ്പോഴേ സീറ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഹാലിൽ ഇട്ടേക്കുന്നത്. അപ്പൊ ഞാനങ്ങനെ മനസ്സിലോർത്ത് പണ്ട് ഇതുപോലെ ഞാൻ 2016 വിശ്വാസം വന്ന സമയത്ത് ഞാന് ആഗ്രഹിച്ച് ഒരു പ്രാവശ്യം നാട്ടിൽ ഇങ്ങനെ കേട്ട് അന്ന് ഞാൻ കേട്ടേക്കുന്ന മനുഷ്യൻ എസെക്കിയേൽ ഫ്രാൻസിസിനെ കുറിച്ച് കേട്ടപ്പോ അദ്ദേഹം ഈ നമ്മുടെ ഈ പ്രോഫറ്റിക് ക്ലാസ്സുകളൊക്കെ എടുക്കുക ഈ ആൾക്കാരെ ഇങ്ങനെ ഒത്തിരി പേര് നാട്ടിൽ ഇന്ന് അറിയപ്പെടുന്ന എല്ലാ ഒരുവിധം ശക്തന്മാരെ അഭിഷിക്തന്മാരെല്ലാം ശുശ്രൂഷകരെല്ലാം അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പ് പോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തൊക്കെ ആൾക്കാരാണ്. അപ്പൊ അവിടെ പുള്ളി അദ്ദേഹത്തിന് നേരിട്ട് എന്നോട് ആദ്യം ജിജോയെ കുറിച്ച് പറഞ്ഞു. ജിജോ പറയുമ്പോൾ എന്നോട് പറഞ്ഞു മമ്മി ഇതുപോലെ അവിടെ ചെന്ന് കാണാൻ പറ്റത്തില്ല, അവർ പുള്ളി അങ്ങനെ ഇത് അപ്പോയിന്റ്മെന്റ് ഒന്നും അപ്പൊ അങ്ങനെ കൊടുത്ത് ആരെയും സന്ദർശിക്കാൻ തോന്നില്ല. നമ്മൾ ക്ലാസ്സിന് വേണ്ടി അറ്റൻഡ് ചെയ്താൽ അവരുടെ ആ പൂണ്ടിയിലാണ് അവരത് അവിടേക്ക് നമ്മൾ കാല് വെക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് കിടക്കുന്നത് ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ എന്നൊക്കെ പറയാൻ ഇങ്ങനെ ഭയങ്കര ഞാൻ വിശ്വാസമായിട്ട് വന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. 2016 വിശ്വാസം അങ്ങോട്ട് സ്നാനപ്പെട്ടതേ ഉള്ളൂ.
ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കർത്താവ് എനിക്കൊന്ന്, അപ്പൊ ഞാൻ മോനെ എന്തെങ്കിലും വഴിയുണ്ട്, എനിക്ക് അദ്ദേഹത്തിന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അവിടെ പോയിട്ടൊന്ന് അറ്റൻഡ് ചെയ്യണം വല്ല ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ല മമ്മി, അവിടെ നിന്ന് അങ്ങനെ ഇപ്പൊ ഇനി ഓഗസ്റ്റിൽ കണ്ട ക്ലാസ് അപ്പോഴത്തെ വേണമെങ്കിൽ ബുക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു വേണ്ട, എന്നാലും തൽക്കാലം വരാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് ഫ്ലൈറ്റ് കയറി ദുബായിലേക്ക് വന്നിറങ്ങിയ സമയത്ത് ഇവിടെ വന്നപ്പോൾ എന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് വന്ന് ഇവിടെ 3 ദിവസത്തെ പ്രൊഫറ്റിക്കൽ കോൺഫറൻസ് പോലെ അദ്ദേഹത്തിന്റെ കോൺഫറൻസ്, അദ്ദേഹം വൈഫും ശുശ്രൂഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടേക്കുള്ള പോകാനായിട്ട്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ട് അവിടെ നാട്ടിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുമെന്ന് മനസ്സിലാഗ്രഹിച്ച സംശയം തിരിച്ച് ദുബായ് വന്നപ്പോ അദ്ദേഹത്തെ ഭാര്യനെയും കൂടെ ദൈവം ദുബായിലേക്ക് അയച്ചു. ഹാലേലിയ. അന്നൊക്കെ അങ്ങനെ ഞാൻ ഇന്നലെ എന്നെ കൊണ്ട് ദൈവം ഇത് ഓർമ്മിപ്പിച്ചു. ഹാലേലിയ. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനെ അന്വേഷിച്ചു, ദൈവം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അതിനെ അന്വേഷിച്ചു പോകേണ്ട, അത് നമ്മളെ അന്വേഷിച്ച് വരും. ഹാലേലൂയ. അപ്പൊ അത് തന്നെ പറയാം, ആദ്യം എന്റെ രാജ്യം നീതി അന്വേഷിച്ചാൽ അതോട് സകലതും നമ്മളെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം പറയും നമ്മളെ ഫോളോ ചെയ്യും. അതുപോലെ ദൈവത്തിന്റെ ആത്മ ഇന്നലെ വൈകിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിൽ, നമ്മുടെ വാർത്തയുടെ വായിലേക്ക് വന്ന കാര്യം, നമുക്ക് വീണ്ടും സകലം നമ്മളെ ഫോളോ ചെയ്ത പറ്റും. എന്താ? നമ്മുടെ പിന്നാലെ വരും, നമ്മൾ അതിന്റെ പിന്നാലെ പോരും. കാരണം നമ്മൾ പോകേണ്ട ആരുടെ പിന്നാലെ വെച്ചാൽ വിശ്വാസനാനും പൂർത്തി യേശുവിനെ നോക്കിക്കൊണ്ട് അവന്റെ പിന്നാലെ മാത്രം നമ്മൾ യാത്ര. നമുക്ക് ബാക്കിയല്ല നമ്മുടെ പുറകിൽ കിടക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാൽ കീഴിൽ കിടക്കണം. അത് നമ്മുടെ മുൻപിലേക്ക് വെച്ച് അതിലേക്ക് നോട്ടം വെച്ചുകൊണ്ട് നീ യാത്ര ചെയ്യരുത്. ദൈവ പൈതലായിരിക്കും, ദൈവത്തിന്റെ മക്കളായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത്, കാരണം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോട്ടം അതിലേക്കായി. ഇപ്പൊ നമ്മൾ സമ്പത്തിനെ ഫോളോ ചെയ്താൽ നമ്മുടെ നോട്ടം സമ്പത്തിലേക്ക്. നമ്മളൊരു ദൈവത്തിന്റെ ഹാലേലിയ, ഒരു ദൈവദാസന്മാരെ ആരെയും ഫോളോ, നമ്മുടെ നോട്ടം അവരിലേക്കാവും. ഹാലേലിയ. നമ്മൾ മറ്റെന്തിനെങ്കിലും നമ്മൾ മിനിസ്ട്രിയെ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയെ ഫോളോ ചെയ്താൽ നമ്മുടെ നോട്ടം അതിലേക്കാവും. കർത്താവിനോട് പറഞ്ഞേ അതിനെ ഒന്നുമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ട. നമ്മൾ ദൈവത്തെ ഫോളോ ചെയ്ത കർത്താവ് യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ആ കർത്താവിനെ ഫോളോ ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഫോളോ ചെയ്യും. ബാക്കിയെല്ലാം നമ്മുടെ പിറകിലേ വരാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കാൽക്കെല്ലാം നമ്മുടെ താഴെ. കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കൽ ഒന്നിനെയും നോക്കരുത്. ഹാലേലൂയ. നമ്മുടെ നോട്ടം എപ്പോഴും കർത്താവിന്റെ മുഖത്തേക്ക് മാത്രമായി. നമ്മുടെ ചെവി എപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ മാത്രം ഓപ്പൺ ആയിരിക്കണം. ഹാലേലൂയ. ബാക്കിയെല്ലാം ഹാലേലൂയ. നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ എന്താഗ്രഹിച്ച ദൈവഹിതപ്രകാരം എന്താഗ്രഹിച്ചാലും അത് ദൈവം നമ്മുടെ അടുത്തേക്ക് കൊണ്ടു തരും. സ്തോത്രം. ഇവിടെയാണ് ദൈവത്തിന്റെ വാക്കിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഒരു വേർഡ് നമുക്ക് വേണ്ടി പുറപ്പെട്ടാൽ ഹാലേലൂയ, നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു അടുത്ത ലെവലിലേക്ക് ദൈവം നമ്മുടെ നമ്മുടെ ആത്മീയ തലത്തിലേക്ക് ഒരു ഷിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ, ഒരു വാക്യം തന്നു കഴിഞ്ഞാൽ, ആ വാക്യം ഇപ്പൊ അവരോട് നദിയിൽ കൂടെ പോകാനുള്ള നദി അവിടെ കണ്ടപ്പോ അവർ കേട്ട് ഗോ എന്ന് പറഞ്ഞപ്പോ ദൈവം പറയാം പൊയ്ക്കോളാം, നിങ്ങൾ അതിലേ പോകാൻ പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അത് വെള്ളം നിശ്ചലമായി നിൽക്കും. ഇത് വല്ലവർക്കും പുള്ളിക്ക് അവർക്ക് വേണ്ടി പറഞ്ഞില്ല, അവരൊന്നും പോയില്ല എന്ന് പറയും. പോയാൽ കാര്യമില്ല. ഹല്ലേലൂയ. അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പണ്ട് ഏലീശയുടെ പുതപ്പെടുത്തടിച്ചിട്ട് ഏലിയാവിന്റെ പുതപ്പെടുത്തി ഏലിയ പറയും ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചു പുതപ്പെടുത്തിയവർ യോർദാൻ 2 പിരിഞ്ഞ്. ഹല്ലേലൂയ. അവിടെ പുതപ്പിന്മേൽ വലിയ അഭിഷേകം. പക്ഷെ ഇന്ന് പുതപ്പിന്മേലല്ല അഭിഷേകം. മറ്റൊരു വസ്തുവിലും അല്ല അഭിഷേകം നമ്മുടെ മേലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യണം. നമ്മൾ ചെന്ന് പുരോഹിതരുടെ പെട്ടകം വെച്ച് പുരോഹിതന്മാർ, അവിടെ പുരോഹിതന്മാരിലായിരുന്നല്ല അഭിഷേകം, പെട്ടകത്തിലായിരുന്നു. പക്ഷെ ഇന്ന് ആ പെട്ടകം നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരോടും ദൈവം നമ്മളോട് ഇടപെടുന്ന, നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന വചനത്തിന് നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ കാത് ഓർക്കണം. നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴും നമ്മൾ വായിച്ചുകൊണ്ട് വെറുതെ വായിച്ച് പലരും ഞാൻ പറയും ഞാൻ 5 അധ്യായം വായിച്ചു, ഞാൻ 10 അധ്യായം വായിച്ചു. അത് അങ്ങനെ പറയുന്നവരും പരീക്ഷന്മാരെ വായിക്കുന്നതിന് കുഴപ്പമില്ല, വായിച്ചു. പക്ഷെ ദൈവത്തിന്റെ വചനം വെറുതെ വായിച്ചിട്ട് ഞാൻ 10 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല ദൈവവചനം. ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വായിക്കുമ്പോഴാണ് ദൈവത്തിന്റെ നമ്മൾ വായിച്ചുകൊണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടുള്ളത്, വായിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു വേർഡ് ആയിരിക്കും, ചിലപ്പോൾ എന്ന് വെച്ചാൽ ഒരു വാക്യം ഫുള്ളില്ല, അതിനകത്തുള്ളൊരു വാക്കായിരിക്കും എന്നോട് ദൈവം പെട്ടെന്ന് ഇടപെടുക. ഞാൻ അവിടെ നിൽക്കും. ഞാൻ പലതരത്തും അങ്ങനെ വാക്കിന്റെ അടിയിൽ ഇങ്ങനെ വാക്ക് വട്ടം വരച്ചു വെച്ചിട്ട്, കാരണം ദൈവം എന്നോട് ഇടപെടുന്ന വാക്കാ. എങ്കിൽ ഹല്ലേലൂയ. അതുപോലെ ഒരു എങ്കിൽ എന്ന 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പലയിടത്ത്. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക്, ആ വാക്കിനകത്താണ് ആ ദൈവത്തിന്റെ റെവലേഷൻ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ആ വാക്ക് നമ്മളോട് ഇടപെടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ദൈവം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം വചനം വായിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഒരു അധ്യായം പോലും വായിക്കാൻ പറ്റത്തില്ല,
ചിലപ്പോൾ ഒരു പാരഗ്രാഫിനകത്തായിരിക്കും ദൈവം ഇടപെടുന്നതെങ്കിൽ അവിടെ നിന്ന് ആ റെവലേഷൻ കേട്ടിട്ട് ആ അധ്യായം വായിച്ചു തീർത്തിയെങ്കിൽ, ഞാൻ ചിലപ്പോഴൊക്കെ വായിച്ച ഒരു അധ്യായം ചിലപ്പോൾ എനിക്ക് വായിച്ചു തീർക്കണമെന്നാണെങ്കിൽ ആ ഇടവിട്ട വാക്യത്തിന്റെ അവിടെ ഞാനിങ്ങനെ പയ്യെ വരച്ചിട്ട് ഞാനിങ്ങനെ അന്നേരം തന്നെ റെവലേഷൻ കിട്ടും. ഞാൻ പയ്യെ ഇങ്ങനെ താഴോട്ട് വായിച്ചു ഒരു അധ്യായം വായിച്ചു വീണ്ടും ഞാൻ തിരിച്ച് അവിടെ തന്നെ വരും, ആ വീട് തന്നെ വരും. വന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ദൈവം ഇടപെടുക. അപ്പൊ അതുകൊണ്ട് അപ്പൊ അന്നത്തെ ദിവസം എനിക്ക് ബാക്കി അധ്യായങ്ങളൊന്നും നമുക്കല്ലേ മുന്നോട്ട് വായിക്കാനേ പറ്റത്തില്ല. അപ്പൊ എന്റെ അന്നത്തെ ബൈബിൾ വായന എത്രയാണെന്ന് വെച്ചാൽ ഒരധ്യായം, കഷ്ടി ഒരധ്യായമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞതൊക്കെ ഞാനൊരു ഇന്നത്തെ ദിവസം 5 അധ്യായം വായിക്കണം ബൈബിൾ, അല്ലെ 10 അധ്യായം വായിക്കണം എന്ന് പറഞ്ഞേക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ പറയാണ് ഞാൻ ഇന്നത്തെ എല്ലാ ദിവസവും 10 അധ്യായം ബൈബിൾ വായിക്കും സിസ്റ്ററെ, ഒരു പ്രയോജനമില്ല. നമുക്ക് പേഴ്സണൽ ലൈഫിൽ അത് പ്രയോജനമില്ല. പക്ഷെ ബൈബിൾ വായിക്കുന്ന എപ്പോഴും നല്ലതാണ്, വചനം വായിക്കുന്നത് നല്ലത് തന്നെയാണ്. ആത്മീയതയ്ക്ക് നല്ല. പക്ഷെ ഇതൊക്കെയല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് വീട് ദൈവം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 10 അധ്യായം വായിച്ച് ഇത് ആർക്കോ വേണ്ടിയിട്ടൊക്കെ കൊടുത്തേക്കുന്ന വാക്യങ്ങൾ, ആർക്കോ വേണ്ടിയിട്ട് ആരോടൊക്കെ പരിശുദ്ധാൻ ഇടപെട്ട് അവരെ കൊണ്ട് എഴുതിപ്പിച്ച് അവരുടെ അനുഭവങ്ങളും അവർ എഴുതിയേക്കുന്ന ഈ വചനം ആ എഴുതിയേക്കുമ്പോ അത് എന്തിനു വേണ്ടി പുറപ്പെട്ടോ അതേ ശക്തി നമുക്ക് വേണ്ടി ചലിക്കണമെങ്കിൽ നമ്മളോട് ആ വചനം ഇടപെടണം. ഹല്ലേലൂയ. അപ്പൊ വചനം, അതുകൊണ്ട് ദൈവദാസന്മാർ പലരും പറയും നിങ്ങൾ വചനം മെഡിറ്റേറ്റ് ചെയ്യണം, വചനം മെഡിറ്റേറ്റ്. അപ്പൊ വചനം മെഡിറ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചതാണ് നമ്മൾ. പക്ഷേ ഞാൻ പറയാം ഈസി വഴിയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ഞാൻ ഇന്നലെ ഇങ്ങനെ അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു പോയി. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം ദൈവമേ പെട്ടെന്ന് വന്നിരുന്നിട്ട് ചിലപ്പോഴൊക്കെ ദൈവമേ കർത്താവേ ഒന്ന് സംസാരിക്കുന്നത് ബൈബിൾ തുറന്നിട്ട് വാക്യം എടുക്കും ഹല്ലേലൂയ, എന്നിട്ട് ദൈവഭാഷയിൽ ഒരിക്കലും നമുക്ക് വേണ്ടിയുള്ള വാക്യമല്ല. കാരണം നമുക്ക് വേണ്ടി വാക്യം ഒന്നേ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം നമ്മളോട് ഇല്ലെങ്കിൽ നമ്മൾ ദൈവം കൃത്യമായും വ്യക്തമായി നമ്മളോട് സംസാരിക്കും. അത് ചിലപ്പോൾ ഒരു വാക്കാണെങ്കിൽ പോലും ആ വാക്കിനുള്ളിൽ ദൈവത്തിന്റെ ശബ്ദം ഉണ്ടാകും. അല്ലേ. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ ഈ സ്റ്റാറ്റസ് ചേഞ്ച് ആണെന്ന് കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഒരൊറ്റ കാര്യം, കർത്താവേ ഇത് നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കണം ആ വാക്യം. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ വൈകിട്ട് പ്രാർത്ഥിക്കേണ്ട വായിൽ അത് തന്നെ ഇതിലിരിക്കുന്ന നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ കയറുന്ന ശക്തമായി ആത്മാർത്ഥമായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സ്റ്റാറ്റസ് ചേഞ്ച് ആകുക തന്നെ വേണം. അവരെ നിൽക്കുന്ന സ്റ്റാറ്റസ് ഹല്ലേലൂയ, അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് മാറി. നമ്മൾ ഓരോരുത്തരെ ഇപ്പം ഇവിടെയൊക്കെയാണ് നമ്മൾ വിസയൊക്കെ നമ്മൾ പെട്ടെന്ന് വിസിറ്റ് വിസ റെസിഡൻസ് വിസയിലൊക്കെ സ്റ്റാറ്റസ് ചേഞ്ചിങ് ഉണ്ട്. അതിനൊന്നേ നമ്മൾ ഇവിടെ എക്സിറ്റ് ആയിട്ട് വന്നിട്ട് റീ എൻട്രി അടിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് വിസയുടെ സ്റ്റാറ്റസ് ചേഞ്ചിങ്ങിന് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഒരു സന്ദർശകനായിരുന്നിട്ട് സ്ഥിരമായി ഹല്ലേലൂയ ഇവിടുത്തെ റെസിഡന്റ് ആയി മാറുന്ന ഒരു സ്റ്റാറ്റസ്, നമ്മൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഇവിടെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിൽക്കുന്ന ആത്മമണ്ഡലത്തിലാണെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ബൈ സ്പിരിറ്റ് കണക്ട് ആകുന്ന വളരെ ചുരുക്കമായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലെ. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചു, പക്ഷെ സ്പിരിറ്റ് ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിടെ കണക്ട് ആകുമ്പോഴാണ് നമ്മൾ ശരിക്കും സ്പിരിറ്റിൽ കണക്ട് ആകുന്നത്. അപ്പോഴാണ് നമ്മൾ റെവലേഷൻസ് നമ്മൾ വെളിപ്പാട് കാണുന്നല്ല, ദൈവ ശബ്ദം കേൾക്കുന്നത്, ദൈവം നമ്മുടെ നാവിനെ എടുത്ത് നമ്മൾ പരിശുദ്ധാത്മ നമ്മുടെ നാവിന്റെ കൺട്രോൾ എടുത്ത് സംസാരിക്കും. ഇതൊക്കെ ചെയ്യുന്ന ഇതെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സാധിക്കാറില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വളരെ കുറച്ച് ചില സമയങ്ങളിൽ മാത്രം. പക്ഷെ ഈ വളരെ കുറഞ്ഞ സമയങ്ങളിൽ കണക്ട് ആകുന്ന വെച്ചാൽ വല്ലപ്പോഴും വിസിറ്ററെ പോലെ ചെന്നിരുന്നതല്ല, ഇതിന് ചേഞ്ച് ആയത് സ്റ്റാറ്റസ് ചേഞ്ച് ആയത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വായ തുറക്കുക. ഹാല റബഷ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അന്യഭാഷ പറഞ്ഞ് വായ തുറക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സ്പിരിറ്റ് ദൈവത്തിന്റെ ആത്മാവിടെ കണക്ട് ആകുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ചൊക്കെ ഇതൊരു സ്റ്റാറ്റസ് ചേഞ്ചാണ്. നമ്മളതിൽ ഇരിക്കുന്ന മുറിയിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വായ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ആത്മാവിന്റെ സാന്നിധ്യത്താൽ നിറയുന്നത് ഹല്ലേലൂയ. അതൊരു സ്റ്റാറ്റസ് ചേഞ്ചാ ഹല്ലേലൂയ. നമ്മൾ അതേപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില ബൈ സ്പിരിറ്റ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് ചേഞ്ചാ. നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ അജന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൂതന്മാരുടെ പ്രസൻസ് അത് അനുഭവപ്പെടുന്ന സ്റ്റാറ്റസ് ചേഞ്ചാണ് ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ വരുന്ന സ്റ്റാറ്റസ് ചേഞ്ച് ഭൗതിക മണ്ഡലത്തെ ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ എന്നുവെച്ചാൽ നമ്മുടെ മനോഭാവം തന്നെ മാറും, നമ്മുടെ ചിന്താഗതി തന്നെ മാറും, നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ സംസാരം മാറും. നമ്മുടെ ഇത്രയും നാളെ നമ്മൾ എന്തിനെയൊക്കെ കുറിച്ച് ആകുലപ്പെട്ടിരുന്നു, നമ്മുടെ ആകുലവും വ്യാകുലതയൊക്കെ എവിടെയൊക്കെ പോകും. ഹല്ലേലൂയ. അതെവിടെയൊക്കെ പോകും. ഞാനത് ഇന്ന് അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നലത്തെ ദിവസം ഞാൻ അനുഭവിച്ചു. ആ ഒരു ഒരു വാക്ക് മാത്രം വന്നപ്പോഴത്തേന് നമ്മുടെ ചിന്ത മണ്ഡല നമ്മുടെ എന്താ പറയുക ഹൃദയമൊക്കെ ഇങ്ങോട്ട് മാറിപ്പോ വേറെന്തോ വന്നിരിക്കുന്ന. കാരണം ഇത്രയും നാള് ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പലവിധ ചിന്ത
ചിന്തകളൊക്കെ ഹാലയില അല്ലെങ്കിൽ എന്തിനെ കുറിച്ചുള്ള ഭാരമൊക്കെ എവിടേക്കോ പോയ പോലെ തോന്നി ഹാലയില. അപ്പൊ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഹാലെ. എന്നാൽ അതുപോലെ നമ്മൾ പിന്നീട് ഇവിടെ വൈകിട്ട് രാത്രിയൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാനും മോളും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയും, നമുക്ക് സാധാരണ പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ള സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ മഞ്ഞ് പെയ്യുന്ന പോലെ അല്ലെങ്കിൽ മഴത്തുള്ളി നമ്മുടെ ചാറ്റിൽ മഴ വീഴുന്ന പോലെ. അപ്പൊ ഇന്നലെ ഞാൻ മോളുമായിട്ട് സംസാരിച്ചപ്പോൾ എന്റെ ശരീരത്തിൽ ഇത് അനുഭവിക്കുമ്പോൾ ഞാൻ മോളെ ഇത് ഇങ്ങനെ നിന്റെ ശരീരത്തിൽ അപ്പൊ അവള് വന്നു ഇതെന്താ ഇത് അപ്പൊ അത് ഏഞ്ചൽസിന്റെ പ്രസൻസ് അമ്മ ഹാലെ. അപ്പൊ അതെന്ത് എനിക്ക് തരാത്ത എന്നിട്ട് ഏഞ്ചൽ എന്ത് ഒരാൾക്ക് മാത്രം കൊടുക്കുന്നു, ഞാൻ കൂടിയിരിക്കുന്നത് എനിക്ക് തന്നോടി എന്നൊക്കെ പറഞ്ഞിരുന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹാലയില് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ പ്രസൻസും ഹാലയിലുയ ദൈവത്തിന്റെ സാന്നിധ്യമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഇത് അനുഭവിക്കാൻ കഴിയുന്നതിന്റെ കാര്യം ആ വേർഡിന്റെ പ്രത്യേകത നമ്മളോട് ദൈവം സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്നു പറഞ്ഞു ഹാലയിലെ. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എനിക്ക് ലഭിച്ച ഒരു വേർഡാണ് അത്. ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലേക്കും അങ്ങനെ തന്നെ ഈ ദിവസങ്ങളിൽ സ്റ്റാറ്റസ് ചേഞ്ച് ആകട്ടെ ഹാലയിൽ. നമ്മൾ ആത്മമണ്ഡലത്തിൽ ഹാലെ നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും കൂടെ ഹാലയിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് ഷിഫ്റ്റ് ആകുകയാണ് ഹാലെ. അത് ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മൾ അക്ഷരത്തിന്റെ ഹാലിൽ വചനമായിട്ട് ചിലതൊക്കെ വായിച്ച് ചെയ്തെടുത്ത് അത് അക്ഷരമായിട്ടല്ല ഇനി ആത്മാവിൽ നമ്മൾ ചെയ്യാൻ പാടും. വിശക്കുന്നതിന് ഭക്ഷിക്കാൻ കൊടുക്കണം. ദൈവം പറഞ്ഞ കണക്ക് നമ്മൾ ഫുഡ് കൊടുക്കാറൊക്കെ പോവാ. പക്ഷെ ഇന്ന് തുടങ്ങിയിട്ട് ഹാല ഇന്നലെ ദൈവശബ്ദമായിട്ട് അത് വചനത്തിന് വിശക്കുന്നവർക്ക് വചനം എന്റെ വചനം അത് ആത്മീയമായിട്ട് അതിന്റെ അർത്ഥം അങ്ങനെയാണ്. എന്തിനാ വചനത്തിനായിട്ട് അതായത് ദൈവത്തിന്റെ വചനത്തിനായിട്ട് ദാഹിച്ചിരിക്കുന്ന അനേകരുണ്ട്, വിശന്നിരിക്കുന്ന അനേകരുണ്ട്, പരിശുദ്ധാത്മാരെ ദാഹിക്കുന്നവരുണ്ട്. ഹാലെ പൈശാചക്തി രോഗികളാക്കി മാറ്റിക്കഴിഞ്ഞ അനേകരുണ്ട്. അവരെ വിടുവിക്കാൻ നമ്മളാ ഉള്ളത് ഹാലെ. അത് തട്ടവിയിലാക്കി വെച്ചിരിക്കുന്നവരുണ്ട് ഹാലില്ല. പലവിധ പൈശാചി ബന്ധനത്തിൽ കിടക്കാൻ ഇതിനെ എല്ലാം ഹാലില്ല ആത്മമണ്ഡലത്തിൽ മുമ്പിൽ ആത്മാവിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതായി മാറണം. അതാണ് ഈ വചനത്തിന്റെ ആത്മീയ അടുത്ത സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്ന അടുത്ത ലെവൽ എന്ന് പറയുന്നത്. ആ ലെവലിലേക്ക് നമ്മളെല്ലാവരും മൂവ് ചെയ്യണം ഹാലയില. ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന എനിക്കെപ്പോഴും എന്നോട് ഇടപെടുന്ന വചനമല്ല നമ്മുടെ ഗ്രൂപ്പിനോട് വേണ്ടിയാണ്. കാരണം ഈ പ്രയർ ഗ്രൂപ്പ് എന്റെ പേര് പോലെ അബേടെന്ന പേര് പോലും ദൈവം തന്നെങ്കിൽ ഹാലെ ഇതിനകത്ത് സ്ഥിരമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിൽ വസിക്കാനാണ് അബേടെന്ന മീനിങ്ങിന്റെ പേര്. എന്നിൽ വസിപ്പിൻ എന്നുള്ള അതിൽ വസിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഹാലലിയ ഇതിനകത്ത് എന്ത് ദൈവത്തിന്റെ ആത്മാ വെളിപ്പെടുത്തിയാൽ അത് അവർക്കും കൂടെ ഹാലലിയ പങ്കാളികളാണ്. കാരണം അവര് ഒരുമിച്ചാണ് നമ്മൾ ഇതിനകത്ത് വസിക്കുന്നത്. ഞാൻ ഇന്നലെ അവിടെ ചിലർ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് ഹാല നമ്മുടെ പ്രയർ ഗ്രൂപ്പ് ദൈവം തന്നത്. കാരണം ആത്മാർത്ഥമായിട്ട് എന്നെ കാട്ടി ഹാലലിയ ആത്മാർത്ഥം എന്റെ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതുപോലെ ഓരോരുത്തരുടെ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേക ആൾക്കാരെ നമ്മുടെ കൂട്ടത്തിലുള്ളത് ഹാല. ഇത് വെറുതെ ഒരു വചനം സംസാരിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകുന്നവരല്ല ഹാല. ഇത് കേട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മണിക്കൂറുകൾ ചെലവഴിച്ച് ഹാല ഒത്തിരി പേരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് അനേകർക്ക് വേണ്ടി ഇടുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി ദേശങ്ങൾക്ക് വേണ്ടി ഹാല മനുഷ്യർക്ക് ഒരു വ്യക്തിപരമായ ജീവിതത്തിലെ അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹാല ഒരു കൂട്ടം ഹാലലിയ ഒരാൾ നമ്മൾ ആ ഒരു കൂട്ടത്തെ നമുക്ക് ദൈവം തന്നു എന്നുള്ളത്. എല്ലാ ഗ്രൂപ്പിലും ഹാലെ വചനം പറഞ്ഞ് സംസാരിച്ച് അത് കേട്ടുകൊണ്ട് പോകുമ്പോൾ ഹാല ഇവരെ കേട്ടുകൊണ്ട് പോകുന്നല്ല നമ്മൾ വചനം സംസാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ രണ്ട് മണിക്കൂർ മേലെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു കൂട്ടാളികൾ ഈ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് ഹാലയിലെ അതാണ് ദൈവം എനിക്ക് തന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. എനിക്കെന്നല്ല നമ്മൾ ഓരോരുത്തർക്കും ദൈവം തന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് അതാണ് ഹാലയിലെ. അപ്പൊ ആ ബ്ലെസ്സിങ് ഹാലയിലെ ഈ ദിവസം അപ്പൊ അങ്ങനെ അത്ര ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ഇത്രത്തോളം പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടവെല്ലുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം ഞാൻ ഷെയർ ചെയ്യണം. സ്റ്റാറ്റസ് ചേഞ്ച് ആയിട്ട് എല്ലാവരുടെയും ഈ ദിവസങ്ങളിൽ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് ഹാലയിലിയ നിൽക്കുന്ന നിലയിൽ നിന്ന് ആത്മീയമായ സ്റ്റാറ്റസിനെ കുറിച്ച് ഞാൻ പറയും. ആത്മീയമായ സ്റ്റാറ്റസ് ചേഞ്ച് ആയ ഭൗതികമായത് പിന്നാലെ വന്നോളും ഈ ആത്മമണ്ഡലത്തിൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് ചേഞ്ച് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദത്തിനായിട്ട് കുറുക്കു വഴിയിലേക്ക് പോകല്ലോ വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നിട്ടല്ല നോക്കേണ്ട ഹാലയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വരെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവമേ എനിക്ക് വേണ്ടുന്ന ഒരു വേർഡല്ല എനിക്ക് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ ആ ശബ്ദം നമ്മൾ ഹാലയിലിയ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ ഞാൻ പറയും ഈ ഓഡിയോ സൗണ്ടിൽ കേൾക്കണം. അതിലെ പരിശുദ്ധാത്മ നമ്മളോട് സംസാരിക്കണം. അല്ലെ കൃത്യമായ വേർഡ് നമുക്ക് വേണ്ട വേർഡ് കേട്ട് ഹാലില് അത് ഏറ്റെടുത്ത് അതിനെ മെഡിറ്റേറ്റ് ചെയ്ത് അതിന്റെ ജീവൻ ഹാലില് ജീവിതത്തിലേക്ക് അത് വെളിച്ചമായി വരട്ടെ. ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിന്റെ ഹാലില് ആ സ്റ്റാറ്റസിന് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനെ മാറ്റാൻ കഴിയും. അപ്പൊ ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്.